ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് വലിയവനായ ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റുന്നു. സോണാപൂർ പ്രയർ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിലും അല്ലാതെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പലപ്പോഴും പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോൾ സാധാരണയായി പറയാറുള്ള ഒരു വാചകമുണ്ട്: കർത്താവേ, ഞാൻ ഒഴിഞ്ഞവനായി വന്നു, നിറച്ചെന്നെ മടക്കി അയക്കണമേ. എപ്പോൾ പ്രാർത്ഥിച്ചാലും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു വാചകം കടന്നു വരാറുണ്ട്. അത് ആ ഒരു നിമിഷം മാത്രമല്ല, കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളും എപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരുന്നാലും ഈ ഒരു വാചകം അവർ പറയാറുണ്ട്: കർത്താവേ, ഞാൻ ഒഴിഞ്ഞവനായി വന്നു, നിറഞ്ഞവനായി എന്നെ പറഞ്ഞയക്കണമേ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. കഴിഞ്ഞ ഒരു വർഷമായി, 2 വർഷമായി, അല്ലെങ്കിൽ ചില മാസങ്ങളായി അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അവർ പ്രാപിച്ചെടുത്ത ദൈവ സാന്നിധ്യം, അവർ പ്രാപിച്ചെടുത്ത ദൈവകൃപ, ദൈവശക്തി അതെവിടെ പോയി? എന്തുകൊണ്ടാണ് ഒരു ഒഴിഞ്ഞവനായി എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നത്? ആമേൻ. വളരെ വ്യക്തമായി നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ദൈവസന്നിധിയിൽ ഇരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്ത് നാം നേടിയെടുക്കുന്ന ദൈവകൃപ, ദൈവസാന്നിധ്യം, ദൈവശക്തി അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എങ്കിൽ അതിനെ നിസ്സാരമായി ഒരിക്കലും നാം കാണരുത്. ഒരു ഭവനം പണിയുവാൻ നമുക്കറിയാം, നമ്മളൊക്കെ ഭവനങ്ങൾ പണിതിട്ടുള്ള പ്രിയപ്പെട്ടവരാ, വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കും. എന്നാൽ ഈ പണിത ഭവനം അല്ലെങ്കിൽ ഈ വീട് മാസങ്ങളായി വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഈ വീട് അതില്ലായ്മ ചെയ്യുവാൻ ചിലപ്പോൾ ദിവസങ്ങൾ മതി. ദിവസങ്ങൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കും. നാം നാളുകളായി പാടിയും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ ഇരുന്നും പ്രാപിച്ചെടുക്കുന്ന ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനെ നാം നിസ്സാരമായി കാണാതെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം അതിനെ കണ്ട് അതിനെ മേൽ വിടുതൽ പ്രാപിക്കും. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ ഇന്നത്തെ പോലെ പമ്പോ മോട്ടറോ പൈപ്പ് സിസ്റ്റമോ അല്ലെങ്കിൽ പ്ലംബിംഗ് സിസ്റ്റമോ ഒന്നുമില്ലായിരുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. അന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടത്തിലോ മൺകുടത്തിലോ അല്ലെങ്കിൽ ബക്കറ്റുകളിലോ നിറച്ച ശേഷം അത് ഭവനങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നാൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലുള്ള വെള്ളം മുഴുവൻ ചോർന്നു പോയാൽ ആ കിണറിൻ്റെ അരികിൽ പോയി വെള്ളം നിറച്ചതുകൊണ്ടോ അത്രയും സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, നാം പ്രാപിച്ചെടുക്കുന്ന ദൈവിക സാന്നിധ്യം, ദൈവകൃപ, ദൈവശക്തി ചോർന്നു പോകുന്ന അനുഭവങ്ങളെ അല്ലെങ്കിൽ ചോർത്തിക്കളയുന്ന അനുഭവങ്ങളെ നാം കണ്ടുപിടിച്ച് അതിന് മേലെ ജയമെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എവിടം വരെ പോകും? എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ട് എന്താ പ്രയോജനം? ഇതിനെ ഒരിക്കലും നാം നിസ്സാരമായി കാണരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും.
ആമേൻ. ഒന്നാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ സങ്കീർത്തന അധ്യായമാണ്, 1-ാം സങ്കീർത്തനം. അത് ആരെഴുതിയെന്നോ എപ്പോൾ എഴുതിയെന്നോ ഏത് സാഹചര്യത്തിൽ എഴുതിയെന്നോ ഒന്നും അവിടെ വ്യക്തമല്ല. പക്ഷെങ്കിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് വിശുദ്ധിയും വേർപാടും ഉണ്ടായിരിക്കും. വിശുദ്ധിയും വേർപാടും ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും അവൻ ആത്മീകമായി മുന്നേറുവാനോ പ്രാപിച്ച ദൈവകൃപകളെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുവാനോ പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യത്തെ അവൻ നിലനിർത്തുവാനോ അവന് സാധിക്കത്തില്ല. എന്താണ് വിശുദ്ധി? എന്താണ് വേർപാട്? അത് ഞാൻ പറയാതെ തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. സ്തോത്രം. വിശുദ്ധിയും വേർപാടും ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കാത്തിടത്തോളം കാലം ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ മുന്നേറുവാൻ അവന് സാധിക്കത്തില്ല. ശേഷം ലോക മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പ്രിയപ്പെട്ടവരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മറ്റുള്ള പ്രിയപ്പെട്ടവർ സന്തോഷിക്കുന്ന സന്തോഷങ്ങൾ പോലെ ഉള്ള കാര്യങ്ങളിൽ പങ്കെടുത്ത് സന്തോഷിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി നമ്മളിത് മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ നിസ്സാരമെന്ന് നാം കരുതുന്ന, നാം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ആത്മീക ജീവിതത്തിന് അതിന് ഗുണം ചെയ്യുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. നമുക്കൊരു പക്ഷെങ്കിൽ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ലായിരിക്കും. എന്നാൽ ദൈവവചനം നോ എന്ന് പറയുന്നത് നോ തന്നെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്കറിയാം, ഈ മഴ പെയ്യുന്ന സമയത്ത് ഓടകളിലും നമ്മുടെ റോഡുകളിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. അതിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. നമ്മുടെ ഭവനങ്ങളുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു രസമാണ് ഇതിനകത്ത് കിടന്ന് ചാടാനും ഇതിനകത്ത് കയറി കിടന്ന് കളിക്കാനും ഒക്കെ രസമാണ്. അവർക്കൊരു സന്തോഷം. അതിൻ്റെ ഭവിഷ്യത്ത് അവർക്കറിയത്തില്ല. എന്നാൽ ഇതറിയാവുന്ന ഒരു മാതാവോ പിതാവോ ഒരിക്കലും അതിനനുവദിക്കത്തില്ല. അവർ ചെറിയൊരു അടി കൊടുത്ത് പൈതലിനെ അതിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുവരും. കാരണം അവർക്കറിയാം, ആ വെള്ളത്തിൽ അവൻ കളിച്ചാൽ, ആ ശുദ്ധിയില്ലാത്ത വെള്ളത്തിൽ അവൻ കളിച്ചാൽ അതിൽ നിന്നുള്ള രോഗാണുക്കൾ അവൻ്റെ ശരീരത്തിൽ കടക്കും. അത് പിന്നീട് അതവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് അറിയാവുന്ന മാതാപിതാക്കൾ ഒരിക്കലും അതിനനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, മേൽക്കുമേൽ ശക്തിപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മേൽക്കുമേൽ ബലപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതുവരെ അത് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ 15 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ ഇന്ന് രാത്രികാലം, ഈ പകൽ, ഈ നിമിഷം ആയിരിക്കുന്നു എങ്കിൽ അതിന് കാരണം നാം കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് എനിക്ക് ആത്മീകമായി വളർച്ച പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ എനിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പാകെ സ്തോത്രം നാം കൊണ്ടുവന്ന് വചനാടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ നമുക്കിടയാകണം. ദൈവഹിതമല്ലാത്ത അനുഭവങ്ങളോട് ഗുഡ് ബൈ പറയുവാനിടയാകണം. നാം നിസ്സാരമെന്ന് കരുതുന്ന പലതും നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നതാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. പല പ്രിയപ്പെട്ടവരും ചോദിക്കും, സിനിമ കാണുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൊട്ടച്ചൊല്ലെ കളിവാക്കുകൾ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പരിഹസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റുള്ളവരെ കളിയാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കാണുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആമേൻ. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ വേർപാടോടുകൂടി ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. മേൽക്കുമേൽ ശക്തിപ്പെടുവാൻ, മേൽക്കുമേൽ ബലപ്പെടുവാൻ, പ്രാപിച്ച ദൈവകൃപകൾ നിലനിൽക്കുവാൻ
നിലനിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കട്ടെ. വിശുദ്ധിയോടും വേർപാടോടും കൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത അത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. നമ്മളെ രസിപ്പിക്കുവാൻ, നമ്മളെ സന്തോഷിപ്പിക്കുവാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്, നമുക്ക് ചുറ്റുപാടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്ന് നമ്മളെ വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ, നിത്യതയിൽ കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു.